കിച്ചുവിന് ആദ്യമായിട്ടൊരു കിട്ടിയൊരു ഇനോഗ്രേഷന് പോകുന്ന സമയത്ത് ഒരു മീഡിയക്കാരൻ കിച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, രേണു ചേച്ചിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. നല്ല സൂപ്പർ ചോദിക്കരുത്, എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. എന്നോട് ചെയ്താണ് ഞാനും ചെയ്തത്. എനിക്ക് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. സൂപ്പറാണെന്നല്ലേ പറഞ്ഞു, നന്നായി വരട്ടെ, സൂപ്പർ. പിന്നെ ചോദിക്കരുത്. അവൻ അഴുക്കാന്ന് പറഞ്ഞില്ല, അവൻ ചെയ്യുന്ന മോശമാണെന്ന് ഒന്നും ഞാൻ പറഞ്ഞില്ല. നല്ലത് വരട്ടെ, സൂപ്പർ. എന്നെ എങ്ങനെ കാണിച്ചാൽ അതുപോലെ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളന്നേ. ഞാനും മനുഷ്യനാണ്. 11 വയസ്സ് കിട്ടിയതാ. അത് തൊട്ട് 18 വയസ്സ് വരെ നോക്കാൻ പറ്റുമെങ്കിൽ, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇതുണ്ടായിരുന്നെങ്കിൽ ബോർഡിങ് സ്വിച്ചായിട്ട് ആ ബോർഡിങ് കൊണ്ട് നിർത്തിയേക്ക്, നോക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 18 വയസ്സ് വരെ കൂടെ ഉണ്ടായിരുന്നല്ലോ. സൂചേട്ടൻ മരിച്ചോടം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ശരിക്കും രേണു ചേച്ചിന്റെ ഇടയിലും കിച്ചുവിന്റെ ഇടയിലും സംഭവിച്ചത് എനിക്കറിയില്ല. റാസൽ ഗെയിമേ വെച്ച് ലാസ്റ്റ് വരെ എന്നെ ഫോൺ ചെയ്ത് ഞാൻ പൈസ ഇട്ട് കൊടുത്തതാണ്. കിച്ചു തന്നെ പറയുന്നുണ്ട് എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ല, അല്ലെങ്കിൽ അല്ലായിരിക്കും. ഞാനിനി മാനിപ്പുലേറ്റ് ചെയ്താന്നൊന്നും എങ്ങും പറയുന്നില്ല. പിറ്റേ ദിവസം ഒരു ഫോട്ടോ വന്നു എനിക്കെതിരെ നെഗറ്റീവ് അടിച്ച്, കിച്ചുവിനെ വരെ നെഗറ്റീവ് അടിച്ച സ്ത്രീയാണ് അവര്. അവരുടെ കൂടെ നിൽക്കുന്ന ഈ ഫോട്ടോ. എനിക്കെന്ത് ചൊറിയാനാണ്? കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ, എനിക്കെന്ത് കുരു പൊട്ടാനടി? എൻ്റെ കടമ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ ഞാൻ അമ്മയെ പോലെ തന്നെ നോക്കിയെങ്കിൽ എൻ്റെ കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ആരെയും ഇറക്കി വിട്ടിട്ടില്ല. എൻ്റെ മകനല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളില്ല. ഒരു വീഡിയോ എടുക്കട്ടെ, അവന് കാശ് കിട്ടട്ടെ, വരുമാനം കിട്ടട്ടെ, സന്തോഷം. ഞാൻ 1 രൂപ ചോദിക്കുന്നില്ല. ഋതപ്പന് കൊണ്ട് എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ പറയുന്നില്ല. ഞാനല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ അടിയിലത്തെ വേറെ കമൻറ്റ്, ആ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകിച്ചു. എന്തിന്? ഈ ഋതപ്പന് ഭാഗ്യം മേടിച്ചു കൊടുക്കാനും ഇതല്ലേ. ഞാൻ ആരോടും ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ഒന്നേ ഉണ്ടോ ഈ പറയുന്നവരെന്നാ നിന്റെ അനിയനല്ലേ, മോൻ്റെ അനിയനല്ലേ, മോൻ കാണാൻ പോയില്ല, മോൻ എന്തേലും ഭാഗ്യമൊക്കെ മേടിച്ചു കൊടുക്കും മോനെന്ന് ആരും പറയുന്നില്ലല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചോണ്ട് പോകാൻ എന്തിന്? എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ചേച്ചി ഉള്ളതുകൊണ്ട് ആ കൊച്ചിനെ നോക്കുന്നുണ്ട് നന്നായിട്ട്. ഞാൻ നോക്കുന്നില്ലെന്നല്ല, ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്തെ കാര്യമാണ് പറയുന്നത്. ആ കുഞ്ഞു കൊച്ചാ, അത് 6 വയസ്സേ ഉള്ളതിന്, നോക്കുന്നില്ല അതിന്. ഇങ്ങനെ ഒരു അലിഗേഷൻ വന്ന സമയത്ത് നമ്മുടെ കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നെ ലാസ്റ്റ് വിളിച്ചത് കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പൊക്കട്ടെ അമ്മ എന്ന് വിളിച്ച് ബ്ലോഗ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അവരുടെ വീട്ടുകാരും വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, അതാണ് എന്നെ അറിയാവുന്നവരും എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരും എനിക്ക് മനസ്സിലായി. സുധിച്ചേട്ടൻ്റെ മൂത്ത മകന് ഋതുല്, സുധിച്ചേട്ടൻ്റെ ഇളയ മകൻ, ഇവർ ഒരു രക്തത്തിൽ പിറന്ന 2 മക്കളാണ്. അവരൊരിക്കലും, ഞാൻ ഇപ്പോഴും ഋതപ്പനോട് പറയുന്നത് നിന്റെ ചേട്ടനാണവൻ. മുന്നോട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. ഇനി പിന്നെ ഇത് കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത്? കൂടുതൽ എന്താ എന്നെ കൊണ്ട് പറ്റുന്നത്? ഇതാ കഴിഞ്ഞ ദിവസം വന്നെന്ന് പറഞ്ഞു, അവൻ്റെ വീടാണ്, കിച്ചുവിൻ്റെ വീട്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു? ഇല്ലല്ലോ. ഇത്രയും ഞങ്ങളെ എൻ്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞൊപ്പിച്ചില്ലേ? അവരെന്തെങ്കിലും മിണ്ടിയോ? കൊച്ചിനെ കൊണ്ടുവന്ന കാര്യം വന്നപ്പോൾ അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു. കൊച്ചിൻ്റെ അമ്മ ഞാനാ.